ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ കവറൊക്കെ പൊട്ടിയിട്ട് നമ്മളത് മാറ്റാനൊക്കെ ആയിട്ട് വന്നായിരുന്നു. ഫ്രണ്ട് കവർ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തതാണ്. ഫ്രണ്ടിലെ ബുഡ് സെറ്റൊക്കെ ആയിരുന്നു കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഈ ഷോക്ക് അബ്സർ ഈ ഓയിലൊക്കെ ലീക്കായിട്ട് നല്ല രീതിയിൽ തെറിപ്പ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റുന്നുണ്ട് കേട്ടോ. 2 ഷോക്ക് ഫ്രണ്ടിലത്തെ കുഷൻ അസംബ്ലി 2 മാറുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ലിങ്കിൻ്റെ ഉള്ളിൽ തന്നെ ഫൈബർ ബുഡ് സെറ്റ് മാറ്റി റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് കവർ കൂടി മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ജർക്കിങ്ങിൻ്റെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ, നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ വേറെ പ്രോബ്ലം തോന്നുന്നുണ്ടായില്ല. നിലവിൽ കാണിച്ച കംപ്ലയിൻറ്റ് ഇതാണ് ഫ്രണ്ടിൽ നിന്ന്. അപ്പോൾ നമ്മൾ ആ കുഷൻ അസംബ്ലിയൊക്കെ മാറ്റാണ്ട് സെറ്റ് ചെയ്താൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ വീണ്ടും ഫ്രണ്ട് ഷെയ്ക്ക് കൂടുതലായിട്ട് വരും. അപ്പോൾ ഫൈബർ പാർട്സ് ആയതുകൊണ്ട് തന്നെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഷോക്ക് മാറ്റിയിടാൻ പറഞ്ഞതിൻ്റെ കേസ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ നമുക്ക് ജനറലായിട്ട് സർവീസോ വേറെ കംപ്ലയിൻസുകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഓൾറെഡി നമുക്ക് വാട്സപ്പിലേക്ക് ഇടാം. അത് മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. ജനറൽ സർവീസൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് ചെയ്യണേ. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഓൾറെഡി വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളാം.